നിന്റെ എല്ലാം ഞാൻ സൂപ്പാക്കും. 100 തവണ പറഞ്ഞ അവൻ്റെ ഓടി പോകണ്ടെന്ന്. എന്നിട്ട് അവന്റെ ഒരു ഒടുക്കത്തൊരു കൂട്ടുകാരനെ കാതിടിച്ച് ചാവാൻ ഇപ്പം തന്നെയാ കിട്ടിയിട്ടുള്ളൂ. ഈ എക്സാമിന്റെ സമയത്ത് തന്നെ 1-2 മാർക്കല്ല 3 മാർക്കാ കുറഞ്ഞത്. അത് 2 വിഷയത്തിന്. സയൻസിന് 2 മാർക്കാ കുറഞ്ഞത്. ഇങ്ങനെ വിട്ടാ പറ്റോ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. നിന്നെ ഞാൻ ശരിയായി തരാം. നിന്നെ ഞാൻ ട്യൂഷൻ എടുത്ത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. നിന്നെ 1 മിനിറ്റ് നേരം ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. മനുഷ്യന്റെ നാണക്കേട്. നീ പഠിച്ചൊരു ഡോക്ടറായിട്ട് 2 ചെവിയിൽ ഒരു കോയിലിട്ട് നടക്കുന്ന കണ്ടിട്ട് വേണം എനിക്കൊന്ന് മരിക്കാൻ എന്ന് വിചാരിച്ചെടുക്കുമാ. ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് 0 നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. കാണിച്ചു തരാം. യെസ്, I am speaking. Mr. Veeran. നിങ്ങളൊന്ന് അർജന്റായിട്ട് ഒന്ന് കാണണമല്ലോ. ഓക്കെ. ഗുഡ് മോർണിംഗ്. ആരാ? മനസ്സിലായില്ല. ഞാൻ എഡ്യൂക്കേഷൻ കൺസൾട്ടാണ് സർ. എന്താ ഒരു മോന്ത, നല്ല ബൗസുള്ള മോന്ത. താങ്ക് യു. കാണാൻ രസമുണ്ട്. നിങ്ങളെ പേരെന്താ? എഡ്യൂക്കേഷൻ കൺസൾട്ടൻ്റ് സർ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? നിങ്ങളുടെ കയ്യിൽ മെഡിക്കൽ എൻസൈക്ലോപീഡിയ ഉണ്ട്, പിന്നെ എഞ്ചിനീയറിംഗ് സിസ്റ്റംസ് ഫോർ ചിൽഡ്രൻസ്, പിന്നെ എൻസൈക്ലോപീഡിയ ഫോർ CD, കമ്പ്യൂട്ടർ, CD, എവറിത്തിങ്. ഞാൻ എൻ്റെ മകന് ഇപ്പോൾ മാർക്ക് കുറവാ. അവൻ 3-ാം ക്ലാസ്സിലാണ്. അവൻ ഞങ്ങൾക്കൊരു ഡോക്ടറെ ആക്കണം. അപ്പോൾ നിങ്ങൾക്ക് അവനെ പഠിപ്പിക്കാൻ പറ്റിയ വല്ല സാധനങ്ങളുണ്ടോ? അതാണ് പറഞ്ഞത് സർ, എൻസൈക്ലോപീഡിയ ഫോർ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, എവറിത്തിങ്. അതിനൊക്കെ എത്ര വിലയാ? അതെല്ലാം ഓരോന്ന് നമുക്ക് വേണം. അതിന് ടോട്ടൽ 6,000 Qatari riyals. ഡിസ്കൗണ്ടിൽ എല്ലാം കിട്ടുമോ? ഡിസ്കൗണ്ടിൽ Qatari riyals 5,999 ഓൺലി. എന്നാ അത് ഇന്ന് തന്നെ നമുക്ക് കിട്ടണോ? എന്നാ ഓക്കെ. ചായ വേണ്ട. ഓക്കെ. അവൻക്ക് സയൻസിലാ പ്രശ്നം. ഒന്ന് വിളിച്ചോ. ഹലോ മജീദേ, എടാ എൻ്റെ മോന് ഒരു സയൻസിൽ ട്യൂഷൻ വേണ്ടിയാണ്. ട്യൂഷൻ. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നമ്മളെ സയൻസ് ട്യൂഷൻ. നിങ്ങളാരാ? അതിന് സയൻസിൽ ഇപ്പം മാർക്ക് കുറയുന്നുണ്ട് അല്ലേ? സൂക്ഷിക്കണം. ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുക്കണം. അതർവൈസ് പ്രശ്നം ഉണ്ടാവും. എനിക്കറിയാം പ്രശ്നം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ, നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് ന്യൂട്ടൺ എഡിസൺ സ്റ്റൈൻ. എന്ത് പേര്? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്? കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ലണ്ടൻ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അമേരിക്ക, അവൽബറോ യൂണിവേഴ്സിറ്റി കാനഡ, ആൽഡൻ യൂണിവേഴ്സിറ്റി ട്രപ്പോളിങ്കോ എന്നിവയുടെ ഇന്റർനെറ്റ് ഓൺലൈൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്കീം വഴി നടത്തുന്ന ബേസിക് എഡ്യൂക്കേഷൻ ആൻഡ് മെട്രിക്കുലേഷൻ കോഴ്സ് സർട്ടിഫിക്കറ്റ്, അതിൽ ഡിപ്ലോമ, പിന്നെ കേരള സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ബോർഡ് അതിൻ്റെ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, അതിന് 3-ാമത്തെ പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ സി. എന്നാൽ നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഇന്റർവ്യൂ നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ചോദ്യം ഉത്തരമൊക്കെ ഞാൻ പറഞ്ഞോളാം. ഫോർ എക്സാമ്പിൾ, ഹു ഇൻവെന്റഡ് കമ്പ്യൂട്ടർ? ചാൾസ് കാബേജ്. വെരി ഗുഡ്. Okay, wait. Who discovered radio?
മക്രോണിയാ? അതും അറിയില്ല. മാർക്കോണി. ഓ ഐ സി. Okay. How many fingers are there in one hand? 5. 5. എനക്കറിയായിരുന്നു. അറിയായിരുന്നോ? പിന്നെ who invented missile? അതും അറിയില്ലേ? സദ്ദാം ഹുസൈൻ. അതാണ് ഇപ്പൊ വലിയ കാര്യം. അടുത്ത ചോദ്യം. പിന്നെ ഫീസ് ആയിട്ട് മറക്കണ്ട. ആ ഖത്തറിയാൽ 150 per class. ഓ ഓക്കെ ബൈ. ഓക്കെ. ചെയ്യാ എനിക്കിപ്പോ മാത്സിനെ ഇപ്പം കുറവ്. ഹലോ നമസ്കാരം. നമസ്കാരം. നിങ്ങളാരാ? അല്ല, മാത്സ് ട്യൂഷൻ പറഞ്ഞിരുന്നില്ലേ, വന്നതാ. ഓ എന്താ പേരെന്താ? പൈത്തഗോറ രാമാനുജൻ, അതായത് ഫാദർ ഓഫ് മാത്തമാറ്റിക്സ് പൈത്തഗോറസ്, വേൾഡ് ഫേമസ് മാത്തമാറ്റീഷ്യൻ അയാളുടെ പേര് ശ്രീനിവാസൻ രാമാനുജൻ എന്നിവരുടെ പേരുകൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് ആണ് എന്റെ പേര്. ആയത് ശരി. ഇതെന്തൊരു പേര്? നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ ഉണ്ട്? സർട്ടിഫിക്കറ്റുകൾ. എന്തിന് സർട്ടിഫിക്കറ്റുകൾ? ആർക്ക് വേണം സർട്ടിഫിക്കറ്റുകൾ? പൈത്തഗോറസിനുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റുകൾ? ഇല്ല. രാമാനുജന് സർട്ടിഫിക്കറ്റുകൾ ഉണ്ടോ? ഇല്ല. പക്ഷെ എനിക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്. അങ്ങനെ വായിക്കുക. അഡീഷൻ സർട്ടിഫിക്കറ്റ്, സബ്സ്ട്രാക്ഷൻ PG, മൾട്ടിപ്ലിക്കേഷൻ PhD, ഡിവിഷൻ ഡിപ്ലോമ. മാത്രമല്ല നമ്മുടെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇല്ലേ, അത് അവർ നടത്തുന്ന 8th സ്റ്റാൻഡേർഡിലെ പരീക്ഷയ്ക്ക് ഫെയിൽഡ് സർട്ടിഫിക്കറ്റ്. ഓ ഐ സി. വെരി ഗുഡ്. ഓ നിങ്ങൾക്ക് ആകാശത്തിൽ എത്ര സ്റ്റാർസ്? പറയാൻ വിട്ടുപോയി ഞാൻ. പറയാം. അതെല്ലാം എനിക്കറിയാം. ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ കണക്ക് കൂട്ടിയിട്ടുണ്ട്. ഓ ഐ സി. That is not any problem. Just take this 1/4 of the sky and multiply by 4. Then multiply with the 7. Then you will get 7 ആകാശങ്ങളുടെയും നക്ഷത്രങ്ങളുടെ എണ്ണം കിട്ടും. അതെങ്ങനെ ഇത്ര കിട്ടിയിട്ടില്ല? കണക്ക് കൂട്ടിയിട്ടുണ്ട്. എത്ര കിട്ടി അറിയണോ? 77 കോടി 77 ലക്ഷം 99. അതെങ്ങനെ ഇത്ര കൃത്യമായിട്ട് കിട്ടുന്നേ? എന്താ നിങ്ങൾക്ക് സംശയമുണ്ടോ? വാട്ട് സംശയമുണ്ടെങ്കിൽ സാർ തന്നെ ഒന്ന് എണ്ണി നോക്ക്. ഒരെണ്ണം കുറവുണ്ടെങ്കിൽ ഞാൻ ഫീസിൽ അത് ട്യൂഷൻ എടുക്കാം. അറിയാൻ എനിക്ക് വേണ്ട. നിങ്ങൾ മാത്രം മതി മാത്സിന്. എന്നാ എപ്പ ക്ലാസ് തുടങ്ങാം? അത് പിന്നെ നമുക്ക് നാളെ തന്നെ തുടങ്ങാം. അപ്പൊ ഫീസിന്റെ കാര്യം? ഫീസ് അതെ, ഒരു 150 ഖത്തർ റിയാൽ പ്ലസ് 25 ഖത്തർ റിയാൽ. അതെന്താ ഈ പ്ലസ് 25 ഖത്തർ റിയാൽ? 150 ഫീസ്, പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ലാഭം വേണ്ടേ? അത് 25 മാത്രം മതി. അപ്പൊ എപ്പം തുടങ്ങും ക്ലാസ്? നമുക്കത് നാളെ തന്നെ തുടങ്ങാം. എന്നാ നാളെ വാക്കേ. യെസ് സർ. താങ്ക് യു സർ. അവനിപ്പോ ഇംഗ്ലീഷാ പ്രശ്നം, അത് വായിക്കാനൊക്കെ. ഹലോ. Good morning. Excuse me. Tingle, tingle, little star. Baba bless you. Rain, rain, come again. നിങ്ങളാരാ? I don't know Malayalam. Only English. ട്യൂഷൻ വന്നല്ലേ? What is your name? My name is Shakespeare Aristotle. By the by, കുട്ടി എവിടെ? കുട്ടി 3ാം ക്ലാസ് പഠിക്കുന്നു. ഓ അപ്പം എപ്പാ തുടങ്ങുന്ന ക്ലാസ്? Up above the birds so high, like a diamond in the sky. കുട്ടിക്ക് കൂടുതൽ മാർക്ക് മേടിക്കാം. ഹൈ ആയിട്ട് മേടിക്കാം. അതിനൊക്കെ സാധനങ്ങളുണ്ടോ വേണ്ടത്? ലൈക്ക് സാധനങ്ങൾ. സാധനങ്ങളൊന്നുമില്ലേ? സാധനങ്ങളുണ്ട്. മെഡിക്കൽ എന്താണ് പറയുക? സാധനങ്ങളുണ്ട്. ഉണ്ടോ? എന്നാ ഇപ്പോ എപ്പോ തുടങ്ങാ ക്ലാസ്? ക്ലാസ് നാളെ തന്നെ തുടങ്ങാം.
സി. അപ്പോൾ നാളെ തന്നെ വാ. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ്. ഓ സമാധാനായി. ഇനിയിപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് കൊടുക്കാം. പിന്നെ ബാക്കി ഹോംവർക്കൊക്കെ ടീച്ചർ ഏൽപ്പിക്കാം. പിന്നെ ഒരു കാര്യം, ഹലോ, മെഡിക്കൽ എൻട്രൻസ് കോഴ്സ് അല്ലേ? ആ, ഒരു കോച്ചിങ് വേണമല്ലോ. ആ മോനാ, 3ാം ക്ലാസ്സിൽ. ആ അത് പറ്റില്ല. ഇപ്പോൾ തന്നെ തുടങ്ങിയാലേ ഡോക്ടറാൻ പറ്റൂ. ആ അപ്പോൾ നാളെ അഡ്മിഷന് വരാം. എങ്ങനെയെങ്കിലും ഒരു അഡ്മിഷൻ. എന്നാല് നാളെ. ഓക്കെ. ഹോ സമാധാനായി. ഈ ട്യൂഷൻ മാഷൊന്ന് പഠിപ്പിക്കുന്നു നോക്കട്ടെ. ചിലപ്പോൾ അവരെന്തെങ്കിലും കളിച്ചാലോ നോക്കിട്ട് വരാം. ആ ജോളാവട്ടെ ഒന്ന് ഉഷാറ് കൂട്ടറ. നാളെ ഡോക്ടറെ വേണ്ടല്ലേ. അറ്റാക്കാണോ തോന്നുന്നത്. 2ാമത്തെ പ്രാവശ്യം. മോനെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തോണ്ടാട്ടെ. മോനെ വെള്ളം കൊണ്ടാ. വെള്ളം എടുക്കാനൊന്നും സമയമില്ല. നാളെ എക്സാമാണ്. ഒരുപാട് പഠിക്കാനുണ്ട്. മാർക്ക് പോയാൽ ഉപ്പ തല്ലും, ചീത്ത പറയും. ഞാൻ നാളെ ഡോക്ടർ ആവണ്ടല്ലേ.